ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS4 മോഡൽ വണ്ടിയാണ്. നമുക്ക് നിലവിൽ അതിൻ്റെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ട്. അത് മാറ്റാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. സെൽഫ് മൂളിച്ച് മാത്രമേ ഉള്ളൂ. വണ്ടി ബെൻഡെക്സ് കിടന്ന് വർക്ക് ചെയ്യണം, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ഇതാണ് സെൽഫ് ലെഫ്റ്റ് സൈഡ് മിറർ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി ക്ലച്ച് ഭാഗം അഴിച്ചായിരുന്നു കേട്ടോ. ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് മാറ്റി പുതിയത് ഇടണം, എന്നാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ നമുക്ക് ബെൻഡെക്സ് ഒന്ന് പിടിക്കുന്ന ആ വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും വീലിൻ്റെ ഭാഗത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ക്ലച്ച് യൂണിറ്റിൻ്റെ ഉള്ളിൽ ഈ വേരിയേറ്റർ ബോഡിയൊക്കെ തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ താമസിക്കാണ്ട് ഇതൊക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതൊന്ന് മാറ്റിയിടേണ്ടതായിട്ടൊക്കെ വരും ആ സമയത്ത്. അപ്പോൾ ഞാൻ ഇത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓയിൽ ലീക്ക് കണ്ടതുകൊണ്ട് ഞാൻ ക്ലച്ച് യൂണിറ്റ് അഴിച്ചേ. കാരണം നമുക്ക് സെൽഫിൻ്റെ ബെൻഡെക്സ് മാറാനായിട്ട് ക്ലച്ച് അഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഓയിൽ ലീക്ക് കണ്ടതുകൊണ്ട് ഞാനത് അഴിച്ചതെന്നുള്ളൂ. അതിൻ്റെ ഈ ഒരു ഓയിൽ സീൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നല്ല രീതിയിൽ ലീക്കായി മൊത്തം ഈ സൈഡിലേക്ക് ഫുള്ള് ലീക്ക് ഓയിൽ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ ശരിക്കും ഡ്രൈ ആണ്, ഈ സൈഡിൽ ഓയിൽ വരാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ സീൽ നമ്മൾ മാറ്റുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയാണ് ഇത് ഓയിൽ സീൽ. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അവിടെയും. നനവ് തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ് ഇത് കണ്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഈ രണ്ട് ഓയിൽ സീലുകൾ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അഴിച്ച് നമ്മുടെ കണ്ണിൽ പെട്ടതുകൊണ്ട് തന്നെ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്ത് ഇടാം. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് രണ്ട് ഓയിൽ സീലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൻഡെക്സിൻ്റെ ഭാഗവും നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബെൻഡെക്സിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററിയുടെ കേസും കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഇരിക്കുന്നത് ടാറ്റ ഗ്രീൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും നിലവിൽ നമുക്ക് 8.95 ഒക്കെ വരെ തന്നെ ഉണ്ട്. അപ്പോൾ ബാറ്ററി ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ ബെൻഡെക്സ് മാറിയിടുമ്പോൾ സെൽഫിൻ്റെ കേസ് ഓക്കെ ആവും. പക്ഷേ ബാറ്ററിയുടെ കംപ്ലയിൻറ്റും കൊണ്ടും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം. കാരണം ഇപ്പോൾ നിലവിൽ ബാറ്ററി ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാണിക്കണമെന്നില്ല, കുറച്ചും കൂടി ഓടുന്നതിൻ്റെ അനുസരിച്ചിട്ട് കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ബെൻഡെക്സിൻ്റെ ആയിരിക്കില്ല, ബെൻഡെക്സ് നമ്മൾ മാറ്റി പുതിയതിടുന്നുണ്ട്. ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിരിക്കും ആ വന്ന കംപ്ലയിൻറ്റ് കേട്ടോ. ഞാനത് ഒന്ന് ശ്രദ്ധ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സെൽഫ് എടുക്കാൻ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ഇത് ക്ലച്ച് സൈഡ് അഴിച്ച് റെഡി ആക്കിയതുള്ളൂ, പിന്നെ കംപ്ലയിൻ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണമെന്നില്ല, ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടും വരും. കാരണം ബാറ്ററിയും ഡൗൺ ആണ്. തൽക്കാലം ഇപ്പോൾ മാറ്റിയൊന്നും വേണ്ട, അത് ആ രീതിയിൽ പോട്ടെ. ഞാൻ ബെൻഡെക്സും രണ്ട് ഓയിൽ സീലും മാറ്റി മിററും മാറ്റി സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ കിടക്കണ ഈ ബെൽറ്റൊന്നും ഒറിജിനലൊന്നും അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല മാറ്റിയിട്ട്. അപ്പോൾ ഈ വേരിയേറ്റർ ബോഡി ഇനി നെക്സ്റ്റ് ടൈം ബെൽറ്റൊക്കെ മാറ്റുമ്പോഴത്തേക്ക് ഈ വേരിയേറ്റർ ബോഡിയും കൂടി മാറ്റി കളഞ്ഞു, അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. വേരിയേറ്റർ ബോഡിയും ഈ മാറ്റുമ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റണം. ഈ ബോഡിയും ഈ പിന്നും കൂടി മാറ്റണം, എന്നാലാണ് അത് ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പം നിലവിലുള്ള ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ.